സ്തുതിക്കുന്നു. ഈ പ്രത്യാശയിലൂടെ കടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനവുമായിട്ട് പല നിലവാരത്തിലുള്ള ബന്ധങ്ങൾ പറയുവാൻ സാധിക്കും. ഈ പ്രിയ മാതാവിൻ്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്ന പ്രിയ റവറൻ എബ്രഹാം വർഗീസ് അവരുകൾ പ്രിയ ദേവദാസൻ്റെ അമ്മാച്ചൻ്റെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ആ നിലവാരത്തിൽ പ്രിയ ഭവനവുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകളെയാണ് പ്രിയ എബ്രഹാം ഫിലിപ്പ് വർഗീസ് പാസ്റ്ററുടെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ നിലവാരത്തിലും അതിലുപരിയായ ആത്മീയ ബന്ധത്തിൽ പ്രിയ കുഞ്ചാനുമായും പ്രിയ സജീവ് പാസ്റ്ററുമായും ഈ ഭവനവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ സഹോദരി പ്രിയ ദീനാമ അമ്മച്ചി ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന കോഴിമല ദൈവസഭയുടെ അംഗമാണ്. അങ്ങനെ വിവിധ നിലവുകളിൽ ഈ ഭവനവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇരവിപുരൂർ സെൻറ്റർ യുവജന വിഭാഗമാകുന്ന YP പ്രസ്ഥാനത്തിന് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഈ സമയങ്ങളിൽ ഇവിടുത്തെ കൊച്ചുമക്കളായിരിക്കുന്ന അമ്മച്ചിയുടെ കൊച്ചുമക്കളായിരിക്കുന്ന സോണിയും മെറിനും അതുപോലെ തന്നെ ഹണിയും സ്റ്റാൻലി, ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ കുടുംബത്തിൻ്റെയും കോഴിമല ദൈവസഭയുടെയും വിശേഷാൽ ഇരവിപുരൂർ സെൻറ്റർ YPയുടെയും നാമത്തിലുള്ളതായ ദുഃഖവും പ്രത്യാശയും ഇത്തരുണത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു ആയുസ് കർത്തൃനാമത്തിനായി ജീവിച്ച് വിശ്വസ്തയോടെ ക്രിസ്ത്യ ജീവിതം നയിച്ച നമ്മുടെ വാത്സല്യ അമ്മച്ചിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. ജയാളിയായി ക്രിസ്ത്യ ജീവിതം നയിച്ച് കർത്താവ് കൊടുത്ത മക്കളെ ദൈവസന്നിധിയിൽ വളർത്തി അവരെല്ലാവരും ദൈവകൃപയിലുണ്ടെന്നുള്ളതായ ഭാഗ്യം പ്രിയ അമ്മച്ചിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമക്കളായ നാം പലരും കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടും എന്നുള്ളത് നാം തിരുവചനത്തിലൂടെ ആ പ്രത്യാശയുടെ വാക്കുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും സംഭവിക്കാവുന്ന കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവ്. എന്നാൽ നമ്മളെക്കാൾ അല്പം മുമ്പ് അമ്മച്ചി ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു. ആസന്ന ഭാവിയിൽ തന്നെ കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരപ്പെടുന്നതിന് അല്പം മുമ്പ് വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയെ കാണുമെന്നുള്ള പ്രത്യാശയുണ്ടല്ലോ. മോശ പറഞ്ഞിരിക്കുന്നത് 70 ഏറെയായാൽ 80 എന്ന് പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഗ്രേസ് പീരീഡായിട്ടൊരു 5 വർഷം കൂടെ ദൈവം ജീവിക്കാൻ അവസരം നൽകി 85 വയസ്സിൽ നല്ല വാർദ്ധക്യത്തിൽ ദൈവസ്ഥനിൽ പ്രവേശിപ്പാനിടയായി തീർന്നല്ലോ. 3 മക്കളെ പൂർണ്ണമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ, ശുശ്രൂഷയിലായിരിക്കാനും മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിപ്പാൻ ഇടയാക്കുന്നതോർത്ത് നന്ദിയോട് സ്തോത്രം. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് വേഗം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. അനേക വിശ്വാസവീരന്മാരുടെ പട്ടിക വിവരിച്ച ശേഷം പറഞ്ഞിരിക്കുകയാണ്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വാസത്താൽ ദർശിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതം നയിച്ചു. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ദൈവം നൽകുന്ന നിരയിൽ
നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ച കാണുമല്ലോ. അമ്മച്ചയുടെ വാത്സല്യം മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞ് സജി പാസ്റ്റർ ആയതുപോലെ പെൺമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. അനുശോചനമല്ല, പ്രത്യാശ അറിയിക്കുന്നു. നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വ്യക്തമായ ഒരിക്കൽ ജനിച്ചാൽ മരണമുണ്ട്. കുഞ്ഞിൻ്റെ അമ്മച്ചയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും കുഞ്ഞുമായിട്ട് വളരെയധികം കഴിഞ്ഞ 3 വർഷമായിട്ട് അടുത്ത് പരിചയപ്പെടുകയും നല്ലൊരു വ്യക്തി ജീവിതം, നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ആ സൽഗുണങ്ങൾ തികച്ചും ഈ മാതാവിൽ നിന്നാണ്. ഈ മാതാവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം 85 വയസ്സോടുകൂടി സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. ആ കർത്തൃദാസിയുടെ ആത്മാവിന് നിത്യശാന്തി എടുത്തുകൊണ്ട് OEM സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റാഫ് അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ദാസി അന്നമ്മ ഗുരുള തൻ്റെ 85-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ കഴിയും. കാരണം ദൈവജനത്തിലൊരു വാക്യമുണ്ട്, ഞാനിവിടെ ഇരുന്ന് വന്ന സമയം മുതൽ ഇപ്പോൾ വരെയും ആ പ്രിയപ്പെട്ട ദാസിയെക്കുറിച്ചുള്ള ഭക്തി നിർഭരമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു, മാതൃകാപരമായ ഒരു മാതാവായിരുന്നു. എല്ലാ പ്രകാരത്തിലും ദൈവത്തെ സ്നേഹിച്ച് മാനിച്ച് ആരാധിച്ച് സ്തുതിച്ച് തൻ്റെ 85 വയസ്സും കർത്താവിനായി പ്രയോജനപ്പെടുത്തി കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൈവദാസിയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖമുണ്ട്. എങ്കിലും ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസിയാണെന്നുള്ളതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. കാരണം 7 മക്കളെ പ്രസവിച്ച് അവരെ വളർത്തി പഠിപ്പിച്ച് അതാത് സ്ഥാനത്താക്കുവാൻ ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന് ഒരു മാതൃക തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജീവിതത്തെ തനിക്കായിട്ടല്ല ദൈവത്തിനായിട്ട് സമർപ്പിച്ചപ്പോൾ ദൈവം തൻ്റെ ദാസിയിൽ കൂടെ പ്രവർത്തിച്ചു. നാം ഇരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ സന്നിധാനമാണെന്ന് ഓർത്താൽ ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദൈവം അനുഗ്രഹിച്ച തൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മറിയ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ ചെറുപ്രായത്തിൽ വെച്ച് തന്നെ തൻ്റെ മകളെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം. ജീവിതം ധന്യമാക്കുവാൻ ഒരു മാതാവിന് കഴിയും, ഒരു കുടുംബത്തെ ധന്യമാക്കുവാൻ ഒരു മാതാവിന് കഴിയും, ഒരു സമൂഹത്തെ ധന്യമാക്കുവാൻ ഒരു മാതാവിന് കഴിയും. ഞാൻ പറയുന്നു, ഈസ് ദ സ്റ്റേർലിംഗ് ക്യാരക്ടർ ഓഫ് ഈസ് ദ സ്റ്റേർലിംഗ് ക്യാരക്ടർ he is the sterling character of the society or the church or the family as a whole. ദൈവം തൻ്റെ ദാസിയുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുദ്ധനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 85 സംവത്സരക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിനുടമസ്ഥയായി നല്ല ക്രിസ്തീയ സാക്ഷ്യം വഹിച്ച് ഈ ദേശത്തൊരു മാതൃകയായി ഈ പ്രദേശത്തൊരു ദൈവസാന്നിധ്യം വഹിക്കുന്ന കുടുംബത്തിൻ്റെ ഗ്രഹനായികയായി അനുഗ്രഹിക്കപ്പെട്ട മാതാവായി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അമ്മയായി എല്ലാ നിലകളിലും ദൈവം നൽകിയ ആയുസ് ഏറ്റവും ഫലപ്രദമായി ജീവിച്ച ഈ പ്രിയമാതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ കുടുംബവുമായി ദീർഘവർഷത്തെ
ബന്ധം എനിക്കുണ്ട്. എൻ്റെ ബാല്യകാലത്ത് ഞാൻ കുമ്മനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കുന്നത് പ്രിയ മത്തായി കുട്ടിച്ചാന. ആ കാലഘട്ടം മുതൽ പ്രിയ മത്തായി കുട്ടിച്ചാനുമായിട്ടുള്ള ബന്ധം ഈ കുടുംബാംഗങ്ങളുമായി തുടരുവാനിടയായി. പിൻകാലത്ത് ആത്മീയ ബന്ധത്തെക്കാൾ ഉപരിയായി ഭൗതികമായ ബന്ധവും ഈ കുടുംബത്തിൽ നിന്നുണ്ടായി. പ്രിയ രവിച്ചായൻ്റെ അനന്തരത്തിയാണ് എൻ്റെ ഭാര്യ. അതുപോലെ തന്നെ ഇവിടുത്തെ മരുമകൾ ഷീല എൻ്റെ സൺഡേ സ്കൂൾ സ്റ്റുഡൻ്റാണ്. പ്രിയ സജി പാസ്റ്ററും കുഞ്ഞും മറ്റ് സഹോദരിമാരും എല്ലാം അടുത്ത ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞു. പ്രിയ മാതാവിൻ്റെ നിര്യാണം തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് മാത്രമല്ല ദേശത്തും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ഒരു കനത്ത നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വലിയ പ്രത്യാശ നമ്മെ ഭരിക്കുന്നുണ്ട്. നിത്യതയുടെ തുറമുഖത്ത് അനേകായിരം വിശുദ്ധന്മാരോടുകൂടി രോഗമില്ലാത്ത, വേദനയില്ലാത്ത, ഭാരമില്ലാത്ത, ദുഃഖമില്ലാത്ത ദൈവസന്നിധിയിൽ പ്രിയ മാതാവിനെ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ചർച്ചക്കാർ, ചെറുകാലായ കുടുംബാംഗങ്ങൾ, ദൈവസഭാംഗങ്ങൾ എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദിവ്യസമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശ്വാസവും സമാധാനവും പ്രാർത്ഥനയും ഞാനിവിടെ ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം. മരണം ഏത് പ്രായത്തിലായാലും ദുഃഖകരമാണ്. എന്നാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടേതാകുമ്പോൾ ആ ദുഃഖത്തിൻ്റെ തീവ്രത വളരെ വലിയതായിരിക്കും. ഞാൻ ഇപ്പോഴിവിടെ ഇവിടെ നിൽക്കുന്നത് ഈ ഭവനവുമായി എൻ്റെ ചെറുപ്പം മുതൽ വളരെ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിലാണ്. ഞാൻ ഇവിടെ തേവരകാട് സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട മത്തായിക്കുട്ടി സാറ് എന്നെ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി ഈ ഭവനവുമായുള്ള ബന്ധത്തിലാണ്. ഈ മത്തായിക്കുട്ടി സാറിൻ്റെ അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ മക്കളെയൊക്കെ ഞാൻ പഠിപ്പിക്കുകയോ അവരുമായി അടുത്ത സെൻട്രൽ സ്കൂളിൽ ഇടപഴകുകയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പ്രിയപ്പെട്ട മാതാവിന് തൻ്റെ മക്കളൊക്കെ തങ്ങൾ വിശ്വസിക്കുന്നതായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി അവർക്ക് വേണ്ടിയിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിച്ച് ഈ ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥ. ഈ ഭൗതികമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രത്യാശയുണ്ട്. കാരണം ഈ മരണം കൊണ്ട് ഈ ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തായിട്ട് ദൈവം തൻ്റെ മക്കൾക്ക് ഒരു വലിയ പ്രത്യാശ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്, ആ പ്രത്യാശയുടെ തുറമുഖത്ത് എത്തിച്ചേരാം എന്നുള്ള ആ വലിയ പ്രത്യാശയിൽ കർത്താവ് വിളിച്ചപ്പോൾ പ്രിയപ്പെട്ട ദാസി കടന്നു പോയിരിക്കുകയാണ്. ദാസിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ പ്രിയപ്പെട്ട ദാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നത് കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച മാതാവ്, ജീവിതത്തിൽ അതികൂടുതൽ ധന്യത എന്താണ് വേണ്ടത്? കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ദേശത്ത് അതാത് ദൈവമാക്കിയിരിക്കുന്നതായ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ദേശത്ത് പാർക്കാൻ ആർക്കും കഴിയും, പക്ഷേ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് കടന്നു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. അത് ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു. മറ്റൊരു പ്രത്യേകത ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഭാഗ്യവതിയാണ് എന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ കാലത്ത് പ്രായമാകുന്നവരൊരു അധികപ്പറ്റാണ്. എന്നാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയിട്ട് ഇവിടുന്ന് കടന്നു പോകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും മാതാവിനെ ശുശ്രൂഷിപ്പാനായിട്ട് അവർ കാണിച്ചതായുള്ള സ്നേഹവും ബഹുമാനവുമൊക്കെ അത് വളരെ വലുതായിരുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, മാതാവ് ഈ ദാവീദ് പ്രായമായതായ സമയത്ത് ദാവീദ് തൻ്റെ മകനായ ശലോമോനെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ മറക്കരുത്. ഈ ഒരു വലിയ ഉപദേശം
തീർച്ചയായിട്ടും ഈ മാതാവും പിതാവും ഈ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ മറക്കരുത്. തീർച്ചയായിട്ടും ആ വലിയ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്ന് യാത്രയാവാൻ കഴിയുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥ. ഈ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. അന്ന് തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ട മാതാവും ആ മാതാവിനെ മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശയിൽ സമാധാനത്തോടെ യാത്ര അയക്കുവാനായിട്ട് പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പൊളിവൽ പാസ്റ്റർ, എൻ്റെ ബഹുമാന്യ പാസ്റ്റർമാർ, എൻ്റെ അമ്മച്ചിയുടെ മക്കൾ, കൊച്ചുമക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാകൾ, ചാർച്ചക്കാർ, ശരിക്കും പറഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എനിക്കറിയത്തില്ല. കാര്യം എന്താണോ, ഒരു 27 വർഷം മുന്നാണ്, 28 വർഷം മുന്നേ ഞാൻ ഇതിൻ്റെ താഴത്തെ വീട്ടിലാണ് താമസിച്ചത്. ശരിക്കും അമ്മച്ചിയുടെ ഒരു മോളെന്ന് വേണം പറയാൻ. കാര്യം അന്നേരം മത്തായി കുടിച്ചാനും അമ്മച്ചി, ഞങ്ങൾ കുഞ്ഞും സജിമോനും എല്ലാം ഉണ്ട്. മറ്റേ ജില്ലിക്കുട്ടി മാമ, ജോയി മാമ എല്ലാം താഴെ താമസിക്കുന്നു. മറ്റുള്ളവർ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് എങ്ങനെ പറയണം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സത്യത്തിൽ ഈ അമ്മച്ചി ഒരു ഭാഗ്യവതിയാണ്. കാര്യം എല്ലാവരും മുഖസ്തുതി പറയും. മരിച്ചു കിടക്കുമ്പം അറിയാൻ വയ്യാത്തവർ പോലും പറയും അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു അത് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറയാനിരിക്കുന്നത്. കാര്യം എന്താണോ, മക്കളെയും മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടാണ് ദൈവം ഇത്രയും ഒരു അനുഗ്രഹം ഈ ഭവനത്തിന് കൊടുത്തത്. കുടുംബത്തിൻ്റെ വിളക്ക് ആ സ്ത്രീ എന്ന് പറയും. ആ വിളക്ക് കെട്ടുപോയാൽ എന്തായി തീരുമെന്ന് അവരോരോഹിക്കുക. കാര്യം എന്താണോ, കുഞ്ഞ് എന്നോട് എപ്പോഴും പറയാം, അമ്മമ്മേ എൻ്റെ പപ്പ 5 രൂപ കിട്ടിയാൽ 2.5 രൂപ എൻ്റെ സജിമോനും കൊടുക്കും, 2.5 രൂപ എനിക്കും തരുമെന്ന്. കാര്യം പറഞ്ഞതിൻ്റെ സാരം ആ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ അതുപോലെ വളർത്തി. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളെ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, ഇത്രയും പേരെ കാണാനുള്ള ഭാഗ്യം ഈ അമ്മച്ചിക്ക് ദൈവം കൊടുത്തു. നല്ലൊരു മരണമെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാര്യം എന്താണോ, ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ ശരിക്കും കൊച്ചുമക്കളുടെയും മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ നോട്ടം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച്, ദൈവമേ, എത്രയോ പൈസ ഉള്ളിടത്തെ ആൾക്കാർ ഞങ്ങൾ പലയിടത്ത് പോകുന്നതാണ്. ആരും നോക്കാനും കാണാനും ഇല്ലാതെ എവിടെയെങ്കിലും ബുക്ക് ചെയ്യും, അമ്മയെ ഞാൻ കൊണ്ടുപോകണേ, അപ്പച്ചനെ ഞാൻ കൊണ്ടുപോകണേ, ഞങ്ങൾ പൈസ തന്നേക്കാവുന്ന ആ ഒരു നിലയിൽ ഈ അമ്മച്ചിക്ക് ആ ഒരു ഭാഗ്യം ഈ ദിവസത്തില്ല. കൊച്ചുമക്കളും മക്കളും എല്ലാം നല്ല രീതിയിൽ നോക്കി. അതുകൊണ്ട് അമ്മച്ചി സ്വർഗരാജ്യം ചെല്ലുന്ന പോകുന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭവനത്തിന് ദൈവം സമാധാനം കൊടുക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചും കൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും അതുപോലെ ഈ ഭവനത്തോടും നന്ദി അറിയിച്ചും കൊണ്ട് എൻ്റെയും ഭവനത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്ത് നാമത്തിലുള്ള അനുശോചനം അറിയിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ തന്നെ RTS ഫാക്കൽറ്റി, RTS സ്റ്റുഡൻസ്, NHCH, CTC പാസ്റ്റേഴ്സ്, ഈ പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന് ഒരു ബൊക്ക സമർപ്പിക്കുന്നു. ബഹുമാന്യതേ, പ്രിയപ്പെട്ട അമ്മച്ചി 85 വർഷം നല്ല ഓട്ടം തികച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുകയാണ്. വേർപാട് ഏതവസരത്തിലാണെങ്കിലും നമുക്കൊക്കെ വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതകാലം വളരെ സ്തുത്യർഹമായി സ്നേഹത്തോടെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. പ്രിയപ്പെട്ട മകൻ ജോർജ് കുരുവിള കുഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. ഈ കുടുംബം തികച്ചും ഈ നാടിനും ഈ സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു ഭവനമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവരോടുമുള്ള അനുശോചനം എൻ്റെ പാർട്ടിയുടെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.
തുടർന്ന് പാസ്റ്റർ CP മാനായി സുഭാഷിതം മസിയ, പാസ്റ്റർ സാംകുട്ടി ചേക്കോ, അതുപോലെ അനിൽ കൊടിത്തോട്ടം പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന്, ഡോക്ടർ ജെയ്സ് തോമസ് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി, പ്രിയപ്പെട്ടവർ ജെയ്സൺ തോമസ് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി, പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ച നിരവധി കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മാർത്തയുടെയും മറിയുടെയും കുടുംബം, അതുപോലെ തന്നെ പത്രോസിൻ്റെ കുടുംബം, അതുപോലെ ദൈവം സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ഇത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും സാക്ഷി പറയത്തക്കവണ്ണം ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു കുടുംബമായിരുന്നുവെന്ന് നമുക്ക് പറയുവാൻ കഴിയും. പ്രിയ മാത്യൂസ് കുരുവിള എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഡോക്ടർ എബ്രഹാം വർഗീസ് തുടങ്ങിയ പ്രിയപ്പെട്ടവരൊക്കെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ സ്നേഹിതരും ഞാൻ വളരെ സ്നേഹിക്കുന്നവരുമാണ്. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ ദേശത്തു നിന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബം. കഷ്ടതയുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ യേശു മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോയി. അതുകൊണ്ട് തലമുറകളെയും അവരുടെ തലമുറകളുടെ നന്മകൾ കാണുവാൻ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. ഈ അമ്മച്ചയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. തൻ്റെ മക്കളുടെ ശുശ്രൂഷയും കൊച്ചുമക്കളുടെ ശുശ്രൂഷകളും ശുശ്രൂഷ പ്രവർത്തനങ്ങളും 10,000-ങ്ങളെ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ ക്രിസ്തുവിലേക്ക് നേടുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ അമ്മച്ചി നൽകിക്കൊടുത്ത ആ മാതൃക കാട്ടിക്കൊണ്ട് അനേകരെ യേശുവിലേക്ക് നേടുവാൻ, അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സുഭാഷിത ന്യൂസ് പേപ്പറിൻ്റെയും റീമ പബ്ലിഷേഴ്സിൻ്റെയും അതുപോലെ തന്നെ പവർ വിഷൻ TVയുടെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ തികഞ്ഞ പ്രത്യാശയോടുകൂടി ഇവിടെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ മക്കൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. അങ്ങനെയുള്ള മക്കളെ സംഭാവന ചെയ്യുവാൻ, മരുമക്കളെ സംഭാവന ചെയ്യുവാൻ ഈ മാതാവിന് സാധിച്ചു എന്നുള്ളതാണ് ആ മാതാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായി വരും കാലത്തിൽ വിലയിരുത്തപ്പെടുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, സമാഗമന കൂടാരത്തിൽ അനേക ഉപകരണങ്ങളുണ്ടായിരുന്നു, ധാരാളം ഉപകരണങ്ങൾ. അതിലെ ഒരു ഉപകരണം നിലവിളക്കാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന നിലവിളക്ക്. ആ നിലവിളക്കിൽ തിരി കത്തിത്തീർന്ന് കരിന്തിരിയാകുമ്പോൾ, കെട്ടുപോയി കരിന്തിരിയാകുമ്പോൾ ആ തിരി മുറിച്ച് കളയണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ആ കരിന്തിരിയുടെ കഷണം മുറിക്കേണ്ടത് ഒരു സ്വർണ്ണ ചവണ വെച്ചാണ് മുറിക്കേണ്ടത്. അത് സ്വീകരിക്കേണ്ടത്, ആ കരിന്തിരി കഷ്ണം വലിച്ചെറിയുവാനുള്ളതല്ല, അത് സ്വീകരിക്കേണ്ടത് ഒരു സ്വർണ്ണ തളികയിലാണ് സ്വീകരിക്കേണ്ടത്. ഈ ലോകത്തിൽ ദൈവാലയത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു നിലവിളക്കിലെ കരിന്തിരിയെ സ്വർഗം ഇത്ര ആദരവോടെയാണ് മുറിച്ചു മാറ്റുന്നതെങ്കിൽ, ഇവിടെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ സേവ ചെയ്ത ഒരു ദൈവദാസിയെ സ്വർഗം എത്ര ആദരവോടെയായിരിക്കും സ്വീകരിച്ചതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രത്യാശയാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദുഃഖവും അനുശോചനവും പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ധന്യനായ യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ ഇപ്രകാരമൊരു സന്ദർഭത്തിൽ വേദനാനിർഭരമെങ്കിലും പ്രിയപ്പെട്ട മാതാവിൻ്റെ വിയോഗ വേളയിൽ ദുഃഖാർത്തരായി കഴിയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ സജി സാറ്, പ്രിയ കുഞ്ഞച്ചായൻ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ, ഈ ഘട്ടത്തിൽ ഒരു വാക്കിൽ അവരെ ഒന്ന് അനുസ്മരിക്കാൻ, വിശേഷിച്ച് ഈ മാതാവിൻ്റെ വിയോഗവേളയിൽ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. ഈ മാതാവ് കർത്താവിന് വേണ്ടി നിലകൊണ്ട വിവിധമായ അനുഭവങ്ങളെയൊക്കെ ഇവിടെ ധാരാളമായി നമുക്ക് കേൾപ്പാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ 20 വർഷങ്ങളായി ഈ കുടുംബവുമായി അടുത്ത് സഹകരിക്കുവാനും സഹോദര്യ ബന്ധം പുലർത്തുവാനും എനിക്കും ഇടയായിട്ടുണ്ട്. വിശേഷിച്ച് പാസ്റ്റർ മാത്യൂസ് കുരുവിള, അതുപോലെ രായിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഡോക്ടർ എബ്രഹാം വർഗീസ് സാറ്, പ്രിയ KP സാമുലച്ചായൻ, അങ്ങനെ ഈ കുടുംബത്തിലെ മക്കളും മരുമക്കളും സഹോദരങ്ങളും ഒക്കെയായി ധാരാളം ആത്മീക ശുശ്രൂഷകളുടെ ഭാഗമായി സഹപ്രവർത്തകരായി ഭവിക്കാൻ കഴിഞ്ഞത്
നന്ദിയോടെ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഈ മാതാവിന് മക്കളും ചെറുമക്കളുടെ മക്കളും ഒക്കെയായി 52 പേരെ സന്ധിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. വരും കാലഘട്ടത്തിൽ ഈ കേൾക്കുന്ന നമുക്ക് പലർക്കും ഇത്രത്തോളം വലിയൊരു ഭാഗ്യമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ കഴിയുമാറ് ലോകം ഒരണുവ് കുടുംബ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും കണ്ട ഭാഗ്യകരമായ അനുഭവത്തിൽ മാതാവിൻ്റെ വിടവാങ്ങൽ ദുഃഖകരമല്ല, അത് പ്രത്യാശ നിർഭരമാണ്. തികച്ചും പ്രത്യാശ നിർഭരമായ ഈ വിടവാങ്ങലിൽ നേരിയ ദുഃഖം കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നു. അമ്മ എത്ര പ്രായമായെങ്കിലും, പിതാവ് എത്ര പ്രായമായെങ്കിലും